ബോച്ചേന്റെ ഹണി റോസിന്റെ പ്രശ്നങ്ങൾ നടക്കുന്ന ഇടയിൽ ഇതിനു മുമ്പ് ചെറിയ പ്രശ്നം കുത്തിത്തിരിപ്പുണ്ടാക്കിയ ഒരു പ്രശ്നം നൈസായിട്ട് വലിയുന്നുണ്ട്. പറഞ്ഞ കാര്യം ശരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ, ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ? ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ? 38,000 മുസ്ലിം പോപ്പുലേഷനുള്ള ഈരാറ്റുപേട്ടയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്. ഇങ്ങനെ പറയുന്ന ഒരാളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കോച്ച ഇതേപോലത്തെ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു വ്യക്തിയെ അപമാനിച്ചു. ഇവിടെ വരുന്നത് എന്താ? ഒരു സമുദായത്തെ മൊത്തമായിട്ട് അപമാനിക്കുകയാണ്. ഒരു സമുദായത്തെ മൊത്തമായിട്ട് വർഗീയവാദികളാക്കുകയാണ്. എന്തുകൊണ്ട് നമ്മളെ കേരളത്തിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുന്നില്ല? ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയേണ്ട തെറിയാണ് അദ്ദേഹം പറയണത്. ഇങ്ങനെ എല്ലാവർക്കും തെറി പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ടോ? ഏത് അന്തൊക്കെ വിളിക്കാന്നുള്ള അവകാശം ഇവിടെ ഉണ്ടോ? ഇത്ര വ്യക്തിപരമായ കാര്യമാണ്, ഓക്കെ. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ ഇരുന്നിട്ട് അസഭ്യം പറയാ, ഒരു സമുദായത്തെ മൊത്തം ആക്ഷേപിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളെ കേരളത്തിൽ നടക്കുമോ? ഇതിനെതിരെ എന്തുകൊണ്ട് ആരും കേസെടുക്കുന്നില്ല? ഈ മുഖ്യമന്ത്രി എന്തുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്നു? നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ ബോച്ചന്റെയും ഹണി റോസിന്റെയും പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ ഇത് വിട്ടു പോകുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഈ വീടിന് കണ്ടു നോക്ക്. ഇന്ത്യയിലെ മുസൽമാനോട് പാകിസ്ഥാനിൽ പോകാൻ ആന ചർച്ചയിൽ ഇരുന്നിട്ട് പറയണേ, നീ പാകിസ്ഥാനിൽ പോടാ, നീ അവിടെ ജനിക്കേണ്ടതാണ്, ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിൽ പോ. നമ്മളിവിടെ ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ മരിക്കും. ഒരാളുടെ തന്തയുടെ വകയല്ല ഇന്ത്യ. നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ മരിക്കും. പീസിന്റെ തന്ത പറഞ്ഞാൽ, പീസിന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പറഞ്ഞാൽ നമ്മളിവിടെ തന്നെ ഉണ്ടാവും. പിന്നെ പറഞ്ഞ മലപ്പുറം പിള്ളേര് പാകിസ്ഥാൻ ഇന്ത്യ ആയിട്ടുള്ള മാച്ച് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വിക്കറ്റ് പോയപ്പോൾ കൈയടിച്ചു എന്ന്. അങ്ങനെ അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചു തരിക. അത് പോട്ടെ. ഇപ്പോൾ ഫുട്ബോളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർ, ഇന്ത്യയിലുള്ള ആൾക്കാർ, എത്ര ആൾക്കാർ നമ്മളെ അർജന്റീന ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്, മറ്റുള്ള ടീം ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോകണോ? അവർ ഇന്ത്യയും ഇവരും കളിക്കുമ്പോൾ, ഇന്ത്യയും അർജന്റീന അല്ലെങ്കിൽ മറ്റുള്ള ടീം കളിക്കുമ്പോൾ അവരവരതായ ടീമിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അതിനോട് എന്താ പ്രശ്നം? എന്തു വായിൽ വരുന്ന അങ്ങോട്ട് വിളിച്ച് പറയാ എന്നുള്ളൊരു പ്രസ്താവന നമ്മളെ PC ജോർജിനുള്ളത്. ആദ്യം ഇത് നിലക്കെടുത്താനുള്ള ഒരു അധികാരം, ഒരു ബലം ഇവിടെ ഇല്ലേ? PCക്ക് അവിടെ എന്തും പറയാന്നുള്ളൊരു അധികാരമുണ്ടോ? ബോച്ചനെ അറസ്റ്റ് ചെയ്യാൻ എടുത്ത മിടുക്കന്നെ അവിടെ PCന്റെ എതിരെ കേസെടുക്കാനുള്ള മിടുക്ക് കാണിക്കണ്ടേ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർ വിളിക്കുന്ന ചാനൽ ചർച്ച വിളിക്കുന്ന സംസാരം, അസഭ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതുപോലത്തെ അസഭ്യ വാക്കുകൾ പ്രയോഗിക്കുന്ന PC ജോർജിനെ പോലത്തെ ആൾക്കാർക്കെതിരെ എന്ത് നടപടിയാണ് ഇവിടെ എടുക്കുന്നത് ഈ കേരളത്തിൽ? പാർട്ടിക്കാരായ ആൾക്കാരെ സംരക്ഷിക്കുകയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ ആൾക്കാർക്കെതിരെ എന്ത് നടപടിയാണ് കൊടുക്കേണ്ടത്?